നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോ. വിശദമായി. ചേർപ്പ് കുടുംബശ്രീയുടെയും എക്സൈസ് വകുപ്പിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ക്ലാസ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത് ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ വൈസ് ചെയർപേഴ്സൺ ഷെഫീന സുധീർ അധ്യക്ഷത വഹിച്ചു. എക്സൈസ് പ്രിവന്റിംഗ് ഓഫീസർ പ്രവീൺ കുമാർ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസ് ചാക്കേരി, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിദ്യ രമേശ്, CDS, ADS അംഗങ്ങളും ബോധവൽക്കരണ ക്ലാസ്സിൽ പങ്കെടുത്തു. കുട്ടികളുമായിട്ട് ഏറ്റവും കൂടുതൽ നമുക്ക് എല്ലാവർക്കും മക്കളുണ്ടെന്ന് അറിയാം. നമ്മൾ രാവിലെ കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നു, വൈകുന്നേരമായിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ കുട്ടികളിലുള്ള ലഹരിയുടെ ഉപയോഗം, അതാണ് നമ്മൾ ഇന്നത്തെ ഒരു വിഷയം എന്ന് പറയുന്നത്. കുട്ടികളുടെ കൂടെ ലഹരി ഉപയോഗം എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാവും കുട്ടികൾ ലഹരി ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് ആദ്യം നോക്കാം. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടായിരിക്കും കുട്ടികൾ നമ്മൾ ലഹരിക്ക് പോകാനുള്ള കാരണം? പല കാരണങ്ങളുണ്ടാവും. എന്തൊക്കെ കാരണങ്ങളാവും നമുക്ക് ആദ്യം ഒന്ന് പരിശോധിക്കാം. ആദ്യമായി തന്നെ നമുക്കറിയാം, ഈ കുട്ടികളൊക്കെ ഒരു രസത്തിന് വേണ്ടി തുറന്ന കുട്ടികളാണ് കൂടുതൽ. നിങ്ങളൊക്കെ കേസിന്റെ കാര്യത്തിൽ ഫീൽഡിലൊക്കെ പോകുമ്പോൾ പിള്ളേരോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ എന്താണ് കാരണം എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യമാണ്, ഞങ്ങളൊരു രസത്തിന് തുടങ്ങിയതാണ്, അങ്ങനെ കാര്യം തന്നെയല്ല, വെറുതെ നിങ്ങൾ ചെയ്തു തുടങ്ങിയെന്ന് പറയും. ഇപ്പൊ രസത്തിന് തുടങ്ങുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അതിന്റെ ഭവിഷ്യത്തെ കാര്യങ്ങളൊന്നും അറിയണില്ല. കുട്ടികൾക്ക് കണ്ടു, അത് ഉപയോഗിച്ചു എന്നല്ലാതെ അതിന്റെ കാര്യങ്ങളൊന്നും അവർക്ക് കൃത്യമായിട്ട് അറിയണില്ല. ഒരു രസത്തിന് വേണ്ടി തുടങ്ങുകയാണ് പല കുട്ടികളും തുടക്കം എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ അതിൽ വേറെ കാര്യങ്ങളുണ്ട്, പരസ്യങ്ങളുടെ സ്വാധീനം, അതുപോലെ സിനിമ, മാധ്യമങ്ങൾ, അതിലൊക്കെ കണ്ടിട്ട് അനുകരണവും കാര്യങ്ങളൊക്കെ ആയിട്ട് ചില കുട്ടികൾ ലഹരി ഉപയോഗം തുടങ്ങുന്നവരുണ്ട്. അനുകരണം പോലെ മറ്റുള്ള ആൾക്കാർക്ക് അനുകരിക്കുക, അതുപോലെ പല മാധ്യമങ്ങളിലൂടെ കാണുന്നവർക്ക് അനുകരിക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾ തുടങ്ങാറുണ്ട്. പണ്ട് കാലങ്ങളിലെ കുട്ടികൾക്കൊക്കെ അറിയാം, ചെറുപ്പത്തിലൊക്കെ കുട്ടികളൊക്കെ മുട്ടുകുത്തി നടക്കുന്ന കാലഘട്ടത്തിൽ വിളക്കിനോട് ഭയങ്കര ഇഷ്ടമായിരിക്കും, തീയെ തൊടാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നിങ്ങളെ അമ്മമാരെന്നെയാണ് കാണിക്കാൻ തന്നെ വരലൊന്ന് പിടിച്ച് ചൂടാക്കി കൊടുക്കും. വരല് ചൂടായി കഴിഞ്ഞാൽ തീയുടെ ചൂട് കുട്ടിക്ക് അറിയാം. പിന്നെ അവൻ ഒരു കാലത്തും നമ്മള് അത് ആ പണിക്ക് പോകില്ല. തീയെന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയായിരിക്കും. അതുപോലെ തന്നെയാണ് നമ്മുടെ ലഹരി വസ്തുക്കളൊക്കെ, പലതരം ലഹരി വസ്തുക്കൾ പല പേരുകളിൽ പല സമയങ്ങളിലും അത് വന്നുകൊണ്ടിരിക്കും. ഇന്ന പേരുകളൊന്നുമില്ല. എല്ലാത്തരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തലച്ചോറിനെ ഉത്തേജിപ്പിച്ച് കൃത്രിമമായിട്ടുള്ള സന്തോഷങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഈ ലഹരി വസ്തു എന്ന് പറയുന്നത്. കുറുക്കൻശ്ശേരി കൊടുങ്ങല്ലൂർ റോഡ് കോൺക്രീറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായുള്ള കട്ടവിരിക്കൽ പ്രവൃത്തി പുരോഗമിക്കുന്നു. പെരുമ്പിള്ളിശ്ശേരി മുതൽ പാലക്കൽ വരെ കോൺക്രീറ്റ് ചെയ്യുന്നതിന്റെ ഇരുഭാഗത്തും 1 മീറ്റർ വീതിയിലാണ് കട്ട വിരിക്കുന്നത്. അതേസമയം കട്ട വിരിക്കുന്ന പ്രവൃത്തിക്ക് വേഗത പോരെന്ന് നാട്ടുകാർ പറയുന്നു. എത്രയും വേഗം പണി പൂർത്തീകരിക്കണമെന്നാണ് വ്യാപാരികളടക്കം ആവശ്യപ്പെടുന്നത്. ഊരകം CMS LP സ്കൂളിലെ പുതിയതായി പണിത അടുക്കള കെട്ടിടത്തിന്റെ ഉദ്ഘാടനം തൃശൂർ DDE TV മദനമോഹനൻ നിർവഹിച്ചു. മാനേജർ KM ഹംസ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രധാനാധ്യാപിക ലീമോൾ C വർഗീസ് പദ്ധതി വിശദീകരണം നടത്തി. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VN സുരേഷ്, വിദ്യ രമേശ്, ചേർപ്പ് AEO MV സുനിൽകുമാർ, KB പ്രജിത്ത് എന്നിവർ സംസാരിച്ചു.
സേഫ് ആൻഡ് സ്ട്രോങ് നിക്ഷേപ തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതി പ്രവീൺ റാണയുടെ അറസ്റ്റ് തൃശൂർ ഈസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. ചട്ടവിരുദ്ധ നിക്ഷേപ നിരോധന നിയമപ്രകാരമുള്ള കുറ്റകൃത്യങ്ങളും വഞ്ചന കുറ്റവുമാണ് ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. പൊള്ളാച്ചിക്കടുത്ത് ദേവരായപുരത്ത് നിന്നാണ് ഇയാളെ പിടികൂടിയത്. താൻ ആരെയും പറ്റിച്ചിട്ടില്ലെന്നും പണം തിരികെ നൽകുമെന്നും പ്രവീൺ റാണ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. പ്രവീൺ റാണയെ ഇന്നലെയാണ് പൊള്ളാച്ചി ദേവരായപുരത്ത് നിന്നും പോലീസ് പിടികൂടിയത്. ഇന്നുച്ചയോടെ ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. ചട്ടവിരുദ്ധ നിക്ഷേപ നിരോധന നിയമപ്രകാരമുള്ള വകുപ്പുകളും വഞ്ചന കുറ്റവുമാണ് ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. തൃശൂർ ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്ത ഇയാളെ കോടതിയിൽ ഹാജരാക്കും. 13 കോടിയോളം രൂപ കണ്ണൂർ സ്വദേശിയായ പങ്കാളിക്ക് കൈമാറിയതായി ഇയാൾ ചോദ്യം ചെയ്യലിൽ മൊഴി നൽകിയിട്ടുണ്ട്. പാലക്കാട് 55 സെന്റ് സ്ഥലവും ഉള്ളതായി പോലീസിനോട് വ്യക്തമാക്കി. അതിനിടെ റാണയുടെ പക്കൽ നിന്നും 6 ഹാർഡ് ഡിസ്കുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഈ ഹാർഡ് ഡിസ്കുകൾ പോലീസ് സൈബർ വിഭാഗം പരിശോധിച്ചു വരികയാണ്. സാമ്പത്തിക ഇടപാടുകളടക്കം ഹാർഡ് ഡിസ്കിൽ ഉള്ളതായാണ് സൂചന. റാണ പണമിടപാട് നടത്തിയ 2 ബാങ്ക് അക്കൗണ്ടുകളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. അതേസമയം താൻ ആരെയും പറ്റിച്ചിട്ടില്ലെന്നും പണം തിരികെ നൽകുമെന്നും വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോകുന്നതിനിടെ പ്രവീൺ റാണ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. കൊച്ചിയിൽ നിന്ന് സ്വകാര്യ വാഹനത്തിൽ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ ഇയാളുടെ വാഹനത്തിന്റെ വിവരങ്ങൾ പാലേക്കരയിലെയും പന്നിയങ്കരയിലെയും ടോൾ ബൂത്തുകളിൽ രേഖപ്പെടുത്തിയിരുന്നു. പൊള്ളാച്ചി ദേവരായപുരത്തെ ക്വാറിയിൽ എത്തിയതിനു ശേഷം അവിടുത്തെ അന്യസംസ്ഥാന തൊഴിലാളിയുടെ ഫോണിൽ നിന്നും പ്രവീൺ റാണ ഭാര്യയെ വിളിച്ചിരുന്നു. ഈ ഫോൺ സംഭാഷണ ഉറവിടം പിന്തുടർന്നാണ് പ്രവീൺ റാണയെ പോലീസ് പിടികൂടിയത്. കേരയിൽ പദ്ധതി സമ്പൂർണ്ണമായി പിൻവലിച്ച് ഉത്തരവിറക്കുക, സമരക്കാർക്കെതിരായ കേസുകൾ മുഴുവൻ പിൻവലിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരയിൽ സിൽവർ ലൈൻ വിരുദ്ധ ജനകീയ സമിതി തൃശൂരിൽ 1 കോടി ഒപ്പുശേഖരണം സംഘടിപ്പിച്ചു. ഒപ്പുശേഖരണത്തിന്റെ ഉദ്ഘാടനം ഡോക്ടർ കുസുമം ജോസഫ് നിർവഹിച്ചു. ചെയർമാൻ ശിവദാസ് മഠത്തിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ചെയർമാൻ MP ബാബുരാജ്, സംസ്ഥാന കൺവീനർ S രാജീവൻ, സബിഷ മരുതയൂർ, KK ഷാജഹാൻ, അഡ്വക്കേറ്റ് സുജ ആന്റണി, ഡോക്ടർ M പ്രദീപ്, ഡോക്ടർ PS ബാബു, PS ഗിരീശൻ, മാർട്ടിൻ കൊട്ടേക്കാട്, ലിൻഡു വരടിയം, CR ഉണ്ണികൃഷ്ണൻ, AM സുരേഷ്, വിൽസൺ ഊക്കൻ, CR ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. നമ്മൾ ഈ സംസ്ഥാനത്തിൻ്റെ ഭൂപ്രകൃതിയും ഇതിൻ്റെ കാലാവസ്ഥയും ഇവിടുത്തെ ജനസാന്ദ്രതയും ജനസംഖ്യയും കൂടി നോക്കിയിട്ട് വേണം തീരുമാനിക്കാൻ. അല്ലാതെ ലോകത്തെവിടെ എന്തുണ്ടെങ്കിലും അതിവിടെ കൊണ്ടുവരണം. അതൊരു നല്ല ആശയമൊക്കെ തന്നെയാണ്. പക്ഷെ പണ്ട് തിരുവിതാംകൂർ നിയമസഭയിലാണെന്ന് തോന്നുന്നു ഒരു തമാശ പറയാറുണ്ട്. സഭ കൂടി 2 കോവർ കഴുതകളെ കേരളത്തിലേക്ക് കൊണ്ടുവരാം എന്ന് തീരുമാനിച്ചു. ഈ കഥ നിങ്ങൾ ഇവിടെ മുതിർന്നവരെല്ലാവരും കേട്ടിട്ടുള്ളതായിരിക്കും. അപ്പോൾ സഭയിൽ ഉറങ്ങിക്കൊണ്ടിരുന്ന ഒരാൾ 2 എണ്ണം കൊണ്ടുവരാം എന്ന് തീരുമാനം കേട്ട ഉടനെ അതിലൊന്ന് എൻ്റെ സമുദായത്തിലേതായിരിക്കണം എന്ന് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് പറഞ്ഞു എന്നാണ്. ആ മാതിരിയുള്ള ഒരവസ്ഥയാണ്. എന്തെവിടെയുണ്ടെങ്കിലും കേരളത്തിലേക്ക് കൊണ്ടുവരണം എന്ന് പറയുന്നത് അത്യധികം അപകടകരമായ ഒരു നിലപാടാണ്. അതിന് കാരണം നമുക്കിത് ഉൾക്കൊള്ളാൻ പറ്റില്ല. നമ്മൾ എന്തായാലും ഏറ്റവും നല്ല ഭക്ഷണമായാലും അധികം കഴിച്ചാൽ അജീർണം വരും. അതുകൊണ്ട് നമുക്ക് പറ്റാത്തതിനെ ഒഴിവാക്കാനുള്ള ഒരു സംസ്കാരമാണ് നമുക്ക് വേണ്ടത്. കുളിപ്പിക്കുന്ന കൂട്ടത്തിൽ കുട്ടിയെ കൂടി പാളയിൽ നിന്ന് എറിഞ്ഞു കളയുന്നത് പോലെ നമ്മൾ വികസനം കൊണ്ടുവന്ന് മനുഷ്യരെ ഒഴിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം ഇത് ആർക്കു വേണ്ടിയാണ് ഈ വികസനം? കേരളത്തിലെ മനുഷ്യർക്ക് ഉപകാരപ്പെടണമെങ്കിൽ ആ മനുഷ്യർക്ക് ഇവിടെ ജീവിതമുണ്ടാകണം. ഇവിടുത്തെ മലയാളിക്ക് സ്വസ്ഥമായി ഇവിടെ ജീവിച്ചിട്ട് വേണം സൗകര്യങ്ങൾ അനുഭവിക്കാൻ. ജീവിക്കാനേ അനുവദിക്കില്ല എന്ന് വെച്ചാലോ, നിങ്ങൾക്ക് ഞങ്ങൾ കിടക്കപ്പൊറുതി തരില്ല, നിങ്ങളുടെ വീട്ടിൽ ഉറങ്ങാനും സമ്മതിക്കില്ല, പക്ഷെ നിങ്ങൾക്ക് വികസനം തരും എന്ന് പറയുന്ന തരം ഈ വിരോധാഭാസത്തെ നമ്മൾ ചോദ്യം ചെയ്യും. തദ്ദേശ സ്ഥാപനങ്ങളിലെ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷന്മാരുടെയും നിർവഹണ ഉദ്യോഗസ്ഥരുടെയും ശില്പശാല നടന്നു. ജില്ലാ ആസൂത്രണ ഹാളിൽ നടന്ന ശില്പശാല ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PK ഡേവിസ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. അടുത്ത 2 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കാനുള്ള പദ്ധതികളുടെ അവതരണവും പൂർത്തിയാക്കിയ പദ്ധതികളുടെ അവലോകനവുമാണ് ശില്പശാലയിൽ നടന്നത്. ചരിത്രാന്വേഷണ യാത്രകൾ, പച്ചത്തുരുത്ത്, അമ്മ വായന, പെൺകുട്ടികൾക്കുള്ള ക്യാമ്പുകൾ, ശാസ്ത്ര കോൺഗ്രസ്, വിദ്യാഭ്യാസ സമിതികൾ, കുട്ടികളുടെ ഗ്രാമസഭ, ഫിലിം ക്ലബ്, തിയേറ്റർ വർക്ക്ഷോപ്പ് തുടങ്ങിയ പദ്ധതികളാണ് ഈ വർഷം നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ അഡ്വക്കേറ്റ് AV വല്ലഭൻ അധ്യക്ഷത വഹിച്ചു.
ആസൂത്രണ സമിതി വിദഗ്ധ അംഗം ഡോക്ടർ MN സുധാകരൻ, ഫെസിലിറ്റേറ്റർ അനൂപ് കിഷോർ, ജില്ലാ പ്ലാനിംഗ് ഓഫീസർ ശ്രീലത, ഡെപ്യൂട്ടി പ്ലാനിംഗ് ഓഫീസർ സുമ, അസിസ്റ്റന്റ് പ്ലാനിംഗ് ഓഫീസർ രത്നേഷ്, ഡയറ്റ് പ്രിൻസിപ്പൽ ഡോക്ടർ M ശ്രീജ, SSK ജില്ലാ പ്രോഗ്രാം ഓഫീസർ ശശിധരൻ എന്നിവർ സംസാരിച്ചു. 13ാമത് ദേശീയ സമ്മതിദായക ദിനത്തോടനുബന്ധിച്ച് ഇലക്ഷൻ വിഷയമാക്കി കളക്ടറേറ്റ് ഇലക്ഷൻ വിഭാഗം കോളേജ് വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച ക്വിസ് മത്സരം അറിവും ആവേശവും നിറച്ചു. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പൊതുചരിത്രം, വ്യക്തികൾ, വർഷങ്ങൾ തുടങ്ങിയവ ഉൾപ്പെടുത്തിയായിരുന്നു ക്വിസ് മത്സരം സംഘടിപ്പിച്ചത്. ശ്രീ കേരളവർമ്മ കോളേജിലെ പൊളിറ്റിക്കൽ സയൻസ് വിദ്യാർത്ഥിയായ TP അമ്പിളി 1ാം സ്ഥാനവും, വിമല കോളേജിലെ ജലീറ്റ ജേക്കബ് 2ാം സ്ഥാനവും, ചാലക്കുടിയിലെ പനമ്പിള്ളി കോളേജ് വിദ്യാർത്ഥിയായ SR അമൃത 3ാം സ്ഥാനവും നേടി. ക്വിസ് മത്സര വിജയികൾക്ക് ജില്ലാ കളക്ടർ ഹരിത വി കുമാർ സമ്മാനം വിതരണം ചെയ്തു. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന മത്സരത്തിൽ ദുരന്ത നിവാരണം ഡെപ്യൂട്ടി കളക്ടർ KS പരീദ്, ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ MC ജ്യോതി, കളക്ടറേറ്റ് ഇലക്ഷൻ വിഭാഗം ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. ജെൻഡർ വ്യത്യാസങ്ങളില്ലാതെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അധ്യാപകരെ ടീച്ചർ എന്ന് അഭിസംബോധന ചെയ്യണമെന്ന് ബാലാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു. മാഡം, സർ വിളി ഒഴിവാക്കുന്നതാണ് ഉചിതമെന്ന് കമ്മീഷൻ നിരീക്ഷിച്ചു. ലിംഗനീതിക്കും അഭികാമ്യം ടീച്ചർ എന്ന് വിളിക്കുന്നതാണ്. ഇക്കാര്യത്തിൽ സ്കൂളുകൾക്ക് നിർദ്ദേശം നൽകണമെന്ന് DPIയോട് ആവശ്യപ്പെട്ടു. ചേർപ്പ് ഊരകം വെളുത്തേടത്ത് ശങ്കരൻ ഭാര്യ കമലം നിര്യാതയായി. 75 വയസ്സ്. സംസ്കാരം നടത്തി. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 5140 രൂപ, പവന് 41,120 രൂപ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.